രാം നാരായണ റാം. ഈ പരിപാടിയിൽ നമ്മൾ മുൻപ് തന്നെ പലസാരികൾ സംസാരിച്ചിട്ടുള്ളത് സന്താനദൽ എന്താണെന്ന്, അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന്. എന്നാൽ ഇന്നലെക്കായി നാം കൂടുതലും ഉള്ളിൽ പരിശോധിക്കാൻ ശ്രമിക്കുകയാണ് സന്താനദൽ. സന്താനം എന്നത് നമ്മൾ എല്ലാം ഈ സൃഷ്ടിയുടെ സന്താനങ്ങളാണ്. ആകാശവും പ്രകൃതിയും സൃഷ്ടിയുടെ സന്താനങ്ങളാണ്. സൃഷ്ടിയിൽ എല്ലാം സമാനമാണ്. ഒരാളും മറ്റൊരാളിൽ ഭേദമില്ല. എല്ലാവരെയും ഒരേ രീതിയിൽ കാണുന്നു. സന്താനദൽ ഒരു വളരെ വിശാലമായ കുടുംബമാണ്. അവിടെ എല്ലാവരുടെയും ജന്മസിദ്ധ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. ജന്മത്തിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ എല്ലാം ആലോചിക്കപ്പെടുന്നു. സന്താനദലിലൂടെ എല്ലാവർക്കും ഈ സന്ദേശം നൽകപ്പെടുന്നു: നമ്മൾ എല്ലാം ഒരേ കുടുംബം ആണ്. നമ്മൾ എല്ലാവരും പ്രകൃതിയുടെ സന്താനങ്ങളാണ്. പ്രകൃതി ഉണ്ടെങ്കിൽ മാത്രം നാം ഉണ്ടാകും, ഇല്ലെങ്കിൽ നമ്മൾ ഒന്നും അല്ല. ഈ ഭൂമിയിൽ മനുഷ്യൻ ജനിച്ചപ്പോൾ ജന്മത്തിൽ തന്നെ ഭൂമിയിൽ ഉള്ള എല്ലാം അവൻ്റെ ജന്മസിദ്ധാവകാശമായി സ്ഥാപിക്കപ്പെടുന്നു. ഒരു കുട്ടി ഒരു കുടുംബത്തിൽ ജനിക്കുന്ന പോലെ ആ കുട്ടിക്ക് ആ കുടുംബത്തിലെ എല്ലാം കാര്യങ്ങൾ അവകാശപ്പെടുന്നു. അതുപോലെ നാം ഭൂമിയിൽ ജനിച്ചപ്പോൾ എല്ലാ മനുഷ്യരും ജീവജന്തുക്കളും വൃക്ഷങ്ങളും ചെടികളും എല്ലാം ഭൂമിയിലെ എല്ലാം കാര്യങ്ങളിൽ സമാനമായ അവകാശം ഉണ്ടാക്കുന്നു. ഇന്നത്തെ തിരക്കായ ജീവിതത്തിൽ നിങ്ങൾ എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചാലും നിങ്ങളുടെ മനസ്സിന്, നിങ്ങളുടെ വിവേകത്തിന് പറയൂ, ഈ ജോലി ഞങ്ങൾ ചെയ്യണം. നിങ്ങളുടെ മനസ്സും വിവേകവും സ്വയം നിങ്ങളെ ശരിയായ വഴിയിൽ നയിക്കും. ഈ ജോലി നിങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന്. ഇന്നത്തെ സമൂഹം വളരെയധികം മുന്നേറിയിരിക്കുന്നു. സമൂഹം വളരെ ബുദ്ധിയോടെ മാറിയിരിക്കുന്നു. ഓരോ മനുഷ്യനും വസ്തുവും വൃക്ഷവും ചെടികളും എല്ലാം ദിവസേന ഓരോ നിമിഷവും പുരോഗതി നേടുന്നുണ്ട്. അതിനാൽ മനുഷ്യൻ മാത്രം മുന്നോട്ടു പോകണമെന്ന്, എങ്ങനെ ഉയർന്നു പോകാമെന്ന്, എങ്ങനെ പുരോഗതി നേടാമെന്ന്, എങ്ങനെ വിജയം നേടാമെന്ന് ആലോചിക്കാൻ മാത്രമേ വേണ്ടിയിരിക്കൂ. ആദ്യം നിങ്ങളെ രക്ഷിക്കുക. നിങ്ങൾ തന്നെയാണ് സംരക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉന്നതിയും നിങ്ങളെ പിന്തുടരുന്നവരുടെ ഉന്നതിയും സ്വയം നടപ്പിലാക്കപ്പെടും. നമ്മുടെ മനസ്സ്, ചൈതന്യം, അന്തരാത്മ, വിവേകം എല്ലാം ജ്ഞാനം നൽകുന്നു. ഇവയെല്ലാം നമ്മുടെ ഉള്ളിൽ ദാസനായി പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ നമ്മൾ ഇതിൻ്റെ ഉപദേശങ്ങൾ മുൻനിരയിൽ സ്വീകരിക്കണം, മനസ്സിലാക്കണം. നമ്മുടെ വിവേകമേ നമ്മെ നയിക്കുന്നുണ്ട്. ഈ ചെയ്യാൻ പോകുന്ന കാര്യം നല്ലതാണോ?